നമസ്കാരം, എജു ജേണി വിത്ത് ജേണക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്യാമ്പസ്, അതെ, ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിരവധി ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അടങ്ങുന്നത്. അതായത് എൻജിനീയറിംഗ് ഉണ്ട്, മെഡിക്കൽ, അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി, ഫാർമസി, നഴ്സിംഗ്, ഡിഗ്രി മുതലായ കോഴ്സുകൾ അടങ്ങുന്ന മുതലായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഈസ്റ്റ് പോയിന്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ ആംബിയൻസ് കണ്ടാൽ തന്നെ അറിയാം, 25 വർഷം പഴക്കമുള്ള ഒരു ക്യാമ്പസാണ്. സോ അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ പ്രൗഢിയും അതുപോലെ അതിൻ്റെ ആ ഒരു വിലയും എല്ലാം അടങ്ങുന്ന ഒരു കോളേജ് ക്യാമ്പസാണ് ഇവിടെ. ഇവിടെ നമ്മൾ നിരവധി ക്യാമ്പസിലെ നിരവധി സ്ഥലങ്ങൾ, നിരവധി ഇവരുടെ ഫെസിലിറ്റീസും ലാബുകളും മറ്റുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് മറ്റ് ഔട്ട്സൈഡായിട്ടുള്ള പല കമ്പനികളുമായിട്ട് നിരവധി കൊളാബറേഷൻസ് ഉള്ള ലാബുകൾ അടങ്ങുന്ന ഒരു ക്യാമ്പസാണ് ഈ ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ കാണാം. നമ്മൾ നിലവിൽ നിൽക്കുന്നത് ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ ഈ നിൽക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് CSE ബ്ലോക്കും അഡ്മിഷൻ്റെയും കൂടെ ബ്ലോക്കാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ECEയുടെ ബ്ലോക്ക് വരുന്നത്. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ മറ്റ് കമ്പനികളുമായിട്ട് കൊളാബറേറ്റഡ് അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ ലാബ് ഫെസിലിറ്റി വരുന്ന ഒരു പർട്ടിക്കുലർ കോളേജാണ് ഈസ്റ്റ് പോയിന്റ് ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. AWS എന്ന് പറഞ്ഞാൽ ആമസോൺ വെബ് സർവീസ്, സെയിൽസ് ഫോഴ്സ്, അതൊരു വലിയ വേൾഡിലെ തന്നെ വലിയൊരു CRM കമ്പനിയാണ്. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ സ്പേസ്, അങ്ങനെ മറ്റ് DRDOയുടെ ഒരു വലിയൊരു ലാബ് ഇവിടെ വരുന്നുണ്ട്. DRDOയുടെ ലാബ് എന്ന് പറയുമ്പോൾ ഡിഫൻസ്, നമ്മുടെ വലിയ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസിൻ്റെ ഒരു ഭാഗമാണ്. ISROയും DRDOയും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അവരുടെ ഒരു വലിയൊരു റേഡിയോ ട്രാൻസ്മിഷൻ ഒരു ലാബ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ലാബുകൾ നിലവിൽ ബാംഗ്ലൂരിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലോ മറ്റ് കോളേജുകളിലോ നിലവിൽ ബാംഗ്ലൂരിലില്ല. അങ്ങനെ നിരവധി കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ലാബ് ഫെസിലിറ്റി ഉള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ലാബ് ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമ്പസാണ് ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ്. അപ്പോൾ നമുക്ക് 2 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും കൂടെ വീണ്ടും ലഭിച്ചിട്ടുണ്ട്. ഹായ്, പേരെങ്ങനെയാണ്? നാട്ടിലെവിടെയാണ്? ഓക്കെ, എന്താണ് പേര്? എൻ്റെ പേര് ഹെപ്സിബ, നാട്ടിൽ തിരുവല്ല അല്ലേ? ഓക്കെ, നിങ്ങൾ ഏത് കോഴ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ് അല്ലേ? ഓക്കെ, ഞാൻ ഇൻഫർമേഷൻ സയൻസ് ISC. സോ അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്ട്രീംസ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് AI ഡേറ്റാ സയൻസ്? ഏത് ഇയർ ആണ്? അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാം, ഏത് ഇയർ ആണ്? തേർഡ് ഇയർ. സോ ഓക്കെ, തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് കോർ സബ്ജക്ട്സിലേക്ക് കയറി. കോർ സബ്ജക്ട്സ് ഒരു വർഷം കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പം ഡേറ്റാ സയൻസ് പഠിക്കുമ്പോൾ എങ്ങനെയുണ്ട്? AI ആൻഡ് ഡേറ്റാ സയൻസിൽ എങ്ങനെയാണൊരു? കമ്പ്യൂട്ടർ സയൻസ് പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണെന്ന് തന്നെ പറയാം. ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തെ ഒരു സബ്ജക്ട്സ് അതിൻ്റെതായ എന്താ പറയാ കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ചധികം വർക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഓക്കെ. ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്? ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതെ, ലാബ്സ് എല്ലാം നല്ല തന്നെയാണ്. ഫാക്കൽറ്റീസ്, ലാബ് അസിസ്റ്റൻസ് എല്ലാം തന്നെ വെരി ഹെൽപ്ഫുൾ. ശരി, ഒരു IIIPയുടെ ഒരു IIIP റൈറ്റ്? ILP ഇൻഡസ്ട്രിയൽ ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. ഓക്കെ, അതായത് പുറത്തുനിന്നുള്ള കമ്പനീസ് ലൈക്ക് സിസ്കോ, AWS, പിന്നെന്താ UiPath, അങ്ങനത്തെ ഓരോ പ്ലാറ്റ്ഫോംസിന് കോളേജ് സ്റ്റുഡൻസ് കുറച്ചും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തും പഠിപ്പിച്ചു സ്കിൽസ് അപ്ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. അങ്ങനെ ഏതെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? ഞാൻ RPA ചെയ്യുന്നുണ്ട്. ഓക്കെ, RPA എന്ന് പറയുമ്പോൾ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഓക്കെ, റോബോട്ടിക്സ് പ്രോസസ് ഓട്ടോമേഷൻ. അപ്പോൾ അതിൻ്റെ ഈ ഏത് സെമിസ്റ്റർ തൊട്ടായിരുന്നു അതിൻ്റെ ക്ലാസ്സസ് അല്ലെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾക്ക് 5th സെമിസ്റ്റർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആക്ച്വലി
തേർഡ് സെമിസ്റ്റർ തൊട്ടേ നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ പ്രെപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, തരുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കും. അത് പുറത്ത് ഭയങ്കര വാല്യൂ ആണ്. നമുക്ക് പ്ലേസ്മെന്റ്സിനോ ജോബ്സിനൊക്കെ പോകുമ്പോൾ എക്സ്ട്രാ ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ 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 ഗ്രേറ്റ്, താങ്ക് യു. അടുത്ത ആള് ഏതായിരുന്നു? ഇൻഫർമേഷൻ സയൻസ്. ഓക്കെ, എങ്ങനെയുണ്ട് കോഴ്സ്? എങ്ങനെയുണ്ട്? സെയിം കമ്പ്യൂട്ടർ സയൻസ് പോലെ തന്നെയാണ്, ബട്ട് കൂടുതൽ നമ്മൾ സോഫ്റ്റ്വെയറിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹാർഡ്വെയറും ഉണ്ട്, ബട്ട് കൂടുതൽ ഫോക്കസ് പോകുന്നത് സോഫ്റ്റ്വെയറിലാണ്. കൂടുതലും വരുന്നത് സോഫ്റ്റ്വെയർസിലാണ്. അതാണ് ISC ഇൻഫർമേഷൻ സയൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ശരി. എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിലേക്ക് വന്നു ചേർന്നത്? ആക്ച്വലി ഞാൻ കമ്പ്യൂട്ടർ ബേസ് ആണ് നോക്കിയത്, ബട്ട് കൂടുതലും എനിക്ക് നോ കോഡ് എഞ്ചിനീയറിംഗ് ആയിട്ട് പോകാനാണ് താല്പര്യം കൂടുതലും. സോ ഡേറ്റ മാനേജ്മെന്റ്, ഡേറ്റ അനാലിസ്റ്റിക് അതിലോട്ടൊക്കെയാണ് കൂടുതൽ നോക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഡിസൈനിങ്ങിലോടും താല്പര്യം ഉള്ളതുകൊണ്ട് UFX ഡിസൈനിങ് അങ്ങനെയുള്ള ഫീൽഡും നോക്കുന്നത്. സോ ഇതിനെല്ലാം കൂടുതലും സോഫ്റ്റ്വെയറിലോട്ടാണ് കൂടുതലും ചാൻസസ്, ലൈക്ക് കൂടുതലും പഠിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ ലൈക്ക് ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ ആയപ്പോഴത്തെ സോഫ്റ്റ്വെയറിൽ കൂടുതലും വരുന്ന ISC ആയതുകൊണ്ട് ഐ ചൂസ്. ഓക്കെ, ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ ലാബ് ഫെസിലിറ്റി ഞാൻ കുറേ ലാബ് കണ്ടു. നിങ്ങളുടെ ഇഷ്ടംപോലെ ലാബുകൾ കണ്ടു. ഒരു ബ്ലോക്കിൽ നിറച്ച് ഓരോരോ റൂമിൽ ഓരോ ലാബുകളായിരുന്നു കണ്ടു. അത് എങ്ങനെയുണ്ട് ലാബ് ഫെസിലിറ്റീസ്? ഞങ്ങൾക്ക് ലാബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വീക്ക്ലി ഒരു 3-4 ലാബ്സ് ഉണ്ട്. അതും 3 സെക്ഷൻസ് ആയിട്ടുണ്ട്. അതിന് ഓരോ സെക്ഷൻസിൽ ഞങ്ങൾക്ക് ഓരോരോ ലാബ്സ് ഉണ്ട്. ഈവൻ ലൈക്ക് ഈ ILP പ്രോഗ്രാംസിൽ വരെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ലാബ്സ് ഉണ്ട്. ലാബ് ഫെസിലിറ്റി നന്നായിട്ടാണ്. ഓക്കെ, അപ്പം എനിവേ ലൈക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു. For EC students, we have one advanced lab from ARM University, and we have got, ma'am, what's your name? Myself, Dr. Vinavya. Okay. I'm working here as an associate professor. Okay. I belongs to EC department. Okay, ma'am. Yeah. So, can you explain about this ARM University lab? Yeah, sure. So we have got tied up an MOU with the ARM University program. Okay. It's like a collaboration we have with the other university, where they have their own modules being framed basically on the embedded system. Okay. So these are all the advanced versions of processors that we will be using in many applications, real-time applications. Okay. So students will be getting trained with those modules where they have their defined modules, and we also have a kits that has been given by the ARM University program. So the students also will be programming. They have both the languages where they can work, embedded C language and assembly level language also they have. So they can work on both the languages, and they can use it onto the processor, and they can use it for the real-time application. So as we are aware that everywhere we are using the embedded systems, means for whatever the function or the application we want, we have our own application, we can process it, and we can make the particular processor or the controller to work according to it. So that is why this embedded systems are more advanced these days, and they are using it many applications also. So we are training our students on these processors so that they get fitted to any sort of processors where like for this type of embedded systems, where actually this embedded system is there now as a field. So this is students, by learning all those modules and getting trained in this advanced processor kits, they can actually work in the various fields of embedded systems. Yeah. So students will be getting this particular course during this particular course period, or like how it will be? This training will be? Yeah. Usually it will start from third sem. Okay. So from the third sem, the student we are making them to learn. We have certain modules for that. Also in their curriculum, they have even as an embedded system as in the third sem, and later on they have embedded system with ARM. So like that, they have certain modules where they will be trained and they will be learning in the lab. And also we have certain certifications also in this, where the students can get actually certified also in this. So that is what is all about the embedded system. Thank you for your time. Yeah, thank you. Thank you. നമുക്കിവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും AIML കോഴ്സ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതിൽ നിന്ന് 2 വിദ്യാർത്ഥികളെ ലഭിച്ചിട്ടുണ്ട്. ഹായ്, പേരെങ്ങനെയാണ്? നാട്ടിലെവിടെയാ? കണ്ണൂര്. ഓക്കെ, നിങ്ങൾ ഏത് ഇയർ ആണ്? ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് ഈ പർട്ടിക്കുലർ കോഴ്സ് എടുത്തപ്പം? നല്ലതാണ്. എന്താണ് ഈ കോഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു റീസൺ? ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സ് ആണല്ലേ. ഓക്കെ, എങ്ങനെയാണ് മൊത്തത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട് കോളേജും?
സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്. ഓക്കെ. മറ്റ് ഈ കോളേജിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ഏതെങ്കിലും ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാബോ എന്തെങ്കിലും ഉണ്ടോ കോളേജിൽ ഇഷ്ടപ്പെടുന്നതായിട്ട്? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ആംബിയൻസ് ആണ്, കോളേജിൻ്റെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ പരിചയപ്പെട്ട സന്തോഷം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ECEയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലത്തെ ഒരു വാക്ക് വേ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത ബ്ലോക്കിലേക്കാണ് പോകുന്നത്. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് നേഴ്സിംഗിൻ്റെ ബ്ലോക്കാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് ബ്ലോക്കിനകത്ത് ഒരു കോഴ്സ് വരുന്നുണ്ട്, AI ആൻഡ് ML, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൻ്റെ എഞ്ചിനീയറിംഗ് കോഴ്സ്, 4 ഇയർ കോഴ്സ്. അപ്പം ഈ ഒരു കോഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് കുറച്ചേറെ ഫെമിലിയറൈസ് ആയിരിക്കും. അതാണ് ഇനി ഫ്യൂച്ചർ. നമ്മളിപ്പോൾ കാണുന്ന എല്ലാം, അതായത് ഒരു വീഡിയോയിലെ പോലും ഒരു മനുഷ്യനെ മാറ്റി വേറൊരു മനുഷ്യനാക്കുന്ന ഡീപ്പ് ടെക്നോളജി പോലും വരുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ്, നിരവധി ടൂൾസ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പോലും ചെറിയ രീതിയിൽ നിങ്ങളുടെ പിക്ചേഴ്സ്, നിങ്ങളുടെ ഫോട്ടോസ് അതൊന്ന് വേറൊരു രീതിയിൽ ഒരു ആർട്ട് ഫോം ആക്കാൻ വേണ്ടി പോലും AIയുടെ ടൂൾസ് യൂസ് ചെയ്യുന്നവരായിരിക്കാം. സോ AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് AI ഉപയോഗിച്ച് തന്നെ ഒരു മെഷീൻ സ്വയമേ ലേൺ ചെയ്യാൻ തുടങ്ങും, ഒരു മെഷീൻ സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ. ഇപ്പോൾ മെഷീൻ ഒരു പ്രോസസ്സ് ചെയ്ത മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ വീണ്ടും ആ പ്രോസസ്സ് അതിൻ്റെ ഇൻ്റലിജൻസിൽ നിന്നും എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു 4 ഇയർ കോഴ്സ് ഉണ്ട്. അത് വളരെയധികം സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുകയും സ്റ്റുഡൻസ് ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഒരുപാട് നിലവിൽ ലാബ് ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി സമയം കളയാണ്ട് നേഴ്സിംഗിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ക്യാമ്പസിൻ്റെ മറ്റൊരു എൻഡിലാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ബ്ലോക്കിലാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ബ്ലോക്കാണ്, അതായത് ഡിഗ്രി കോഴ്സസ് വരുന്ന ബ്ലോക്കാണ്. ഇവിടെ വരുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BBA ഏവിയേഷൻ, BCom ലോജിസ്റ്റിക്സ്, അതേപോലെ BCA. അപ്പം ഈ കോഴ്സുകളാണ്. ഈ കോഴ്സുകളിൽ 7 ഡിഫറെൻറ്റ് സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രോഗ്രാമുണ്ട്. അതിൽ 5 പ്രോഗ്രാം പ്ലസ് 2 പ്രൊജക്റ്റുകളൊക്കെ കൂടെ വരുന്നൊരു പ്രോഗ്രാംസാണ്. ഈ പ്രോഗ്രാംസുകൾ എടുക്കുന്നവർക്ക് 100% പ്ലേസ്മെൻറ്റ് അഷ്വേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം, അതായത് ഈ ബ്ലോക്കിൽ നടക്കുന്നതായിട്ടുള്ള കോഴ്സുകളുടെ എല്ലാം യൂണിവേഴ്സിറ്റി വരുന്നത് നോർത്ത് ബംഗളൂരു യൂണിവേഴ്സിറ്റി, AICTയുടെ അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ജസ്റ്റ് ഇവരുടെ ഒരു ക്യാമ്പസിനകത്ത് അധികം കാണാനായിട്ടില്ല എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ക്യാമ്പസുകളെല്ലാം ഒരു എലഗൻറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് എലഗൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വുഡ് ഫിനിഷിലും പിന്നെ ഗ്രാനൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒരു അടിപൊളി സ്റ്റാൻഡേർഡിലാണ്. അപ്പം ഇതിനകത്ത് കണ്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ലാർജ് ഒരു ഏരിയ ആണ്, ഒരു പരിപാടിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലാണ് ഇവരുടെ ക്ലാസ് റൂംസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇതേപോലെ മറ്റ് 10 ബ്ലോക്കുകളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എഞ്ചിനീയറിങ്ങിൻ്റെ ബ്ലോക്സ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ ബ്ലോക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നേഴ്സിങ്ങിൻ്റെ ബ്ലോക്ക് കാണാനായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട അതേ ബ്ലോക്കിൽ തന്നെയാണ് MBAയും MCAയും കോഴ്സസും വരുന്നത്, MCOM ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫാർമസിയുടെ ബ്ലോക്കാണ്. ഫാർമസി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അടുത്ത ബ്ലോക്കിലേക്ക് എത്തി. കോളേജ് ഓഫ് ഫാർമസിയുടെ ബ്ലോക്കാണ്. അപ്പം കോളേജ് ഓഫ് ഫാർമസിയിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് BPharm, MPharm, അതേപോലെ PharmD, പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി. അപ്പോൾ ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ 2 ഇയർ കോഴ്സാണ്. മറ്റേ PharmD നിങ്ങൾക്കറിയാമല്ലോ 6 ഇയർ കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, നമ്മുടെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെയുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫാർമസിയുടെ ബ്ലോക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ഔഷധ ചെടികൾ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവർ കംപ്ലീറ്റ്ലി ഈ 2 ഭാഗങ്ങളിലും വെച്ചിരിക്കുന്നത് ഔഷധ ചെടികളും അല്ലെങ്കിൽ ഔഷധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ബ്ലോക്കിലാണ് ഫാർമസിയുടെ ക്ലാസ്സസ് നടക്കുന്നത്. നമുക്ക് കുറച്ച് സ്റ്റുഡൻസിനെ കാണാം. നമുക്ക് ഈസ്റ്റ് പോയിൻറ്റ് കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്നും കുറച്ചേറെ മലയാളി ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഡിഫറെൻറ്റ് ബാച്ചസ് ആണല്ലേ? ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ബാച്ചസിൽ, അതായത് സീനിയേഴ്സും ജൂനിയേഴ്സും കൂടെ നിൽക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഒരു ക്യാമ്പസ് ലൈഫിൽ
ഇപ്പോൾ ചിലർ ഫസ്റ്റ് ഇയർ വന്നവർ കാണും, ചിലർ ഇപ്പോൾ ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ളവർ കാണും. ഇപ്പോൾ നിങ്ങളുടെ ഈ ക്യാമ്പസ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാമോ? ഞങ്ങളിപ്പോൾ 2019 വന്ന കോമഡി ബാച്ചാണ്. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ 5th ഇയേഴ്സ് ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ഇയർ തന്നെ ഞങ്ങൾക്ക് ചെന്നൈയിലോട്ട് പോകാൻ ഒരു അവസരം കിട്ടിയായിരുന്നു. ഓക്കെ. IPC ആയിട്ട് അങ്ങനെ നമ്മൾ കോളേജ് ബാച്ചായിട്ട് പോയി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമുക്കിവിടെ എല്ലാ വർഷവും ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഇന്റർ കോളേജ് ഫെസ്റ്റ് നടക്കുന്നത്. ഓക്കെ. സംസ്കൃതി അത് പ്രത്യേകിച്ച് നല്ലൊരു ഇവൻ്റാണ് ഇവിടെ. നല്ല ഇവൻ്റാണ്. ഓക്കെ. മറ്റെന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും? ഞങ്ങൾക്ക് ഓരോ ഡേയും ഓരോ ബെസ്റ്റ് മൊമെന്റ്സ് വരുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിലായാലും ഔട്ട് ഓഫ് ഇവിടെ ഇപ്പൊ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉള്ളതുകൊണ്ട്, എല്ലാ കോളേജസും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ഞങ്ങൾ കൺസ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നില്ല. ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഞങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ. അപ്പം ഈ ക്ലാസ്സിനുള്ളിലുള്ള ലൈഫാണോ അതോ വെളിയിലുള്ള ലൈഫാണോ കൂടുതലും എൻജോയ് ചെയ്യുന്നത്? എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു ഫാമിലിയാണ്. സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും അത് വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും എല്ലാം കൊണ്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലിയാണ്. എല്ലാം ഓരോ ഡേയും നമുക്ക് ഓരോരോ മെമ്മറീസ് തരുന്നു. എല്ലാം ശരിക്കും എൻജോയ് ചെയ്താ പോകുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും കോളേജ് വിടുന്ന സമയത്ത് മിസ് ചെയ്യുമായിരിക്കും അല്ലേ? ഒരുപാട് മിസ് ചെയ്യും. ഓക്കെ. സോ ഒരുപാട് മൊമെന്റ്സ് ഇവർക്കുണ്ട്. നമുക്കെല്ലാം വീഡിയോയിൽ പറയുന്നില്ല അല്ലേ? അപ്പം നിങ്ങളെയൊക്കെ പുതിയതായിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ നിങ്ങളെയൊക്കെ പലപ്പോഴും ചിലപ്പോൾ കോൺടാക്റ്റ് ഒക്കെ ചെയ്യുമായിരിക്കും, നിങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ഇരിക്കുന്ന സമയത്ത്. അപ്പം ഇവരെന്താണല്ലോ ഈ ഒരു ഫാമിലി കൾച്ചർ എല്ലായിടത്തും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി സ്റ്റുഡൻസ് ഇതുവഴി നടന്നു പോകുന്നത് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ ഒരു വേർതിരിവില്ലാണ്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. സോ എല്ലാവർക്കും ബ്ലെസ്സിങ്സ് നേരുന്നു. താങ്ക് യു. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കുറച്ചേറെ സ്റ്റുഡൻസിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. മലയാളീസ് അല്ലേ? യാ. ഓക്കെ. പേരെന്താണ്? ശക്തി. എവിടെ? നാട്ടിലെവിടെയാണ്? ബാംഗ്ലൂർ തന്നെയാണ് സെറ്റിൽഡ് ആണ്. ഓക്കെ. പ്രോപ്പർ ബാംഗ്ലൂർ മലയാളി. യാ. അല്ലൻ. ഓക്കെ. ഫ്രം പത്തനംതിട്ട. ജോയൽ ഫ്രം മലപ്പുറം. സോണൽ കോട്ടയം. ജാസിം ഫ്രം പാലക്കാട്. ഓക്കെ. സോ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങളുടെ പർട്ടിക്കുലർ കോഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള മറ്റ് അമ്യൂണിറ്റീസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള മറ്റ് അമ്യൂണിറ്റീസ് എന്താണ്? സം അമ്യൂണിറ്റീസ് ഇല്ലേ ഇവിടെയുള്ള, അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? So one of the best facilities we have is our own hospital. So we have our own physiotherapy OPD, and with our daily postings we are able to get a lot of knowledge and the things that we are supposed to learn as physiotherapists. Then coming to our department, we have our own labs, and with our very well equipped faculty we get a lot of information that we are supposed to be knowing as physiotherapists. Okay, great. Yeah. Second question, നിങ്ങൾക്കൊരു ക്യാമ്പസ് ഇവന്റ് ഇല്ലേ? സംതിങ് സംസ്കൃതി. ഓക്കെ. അതിനെ കുറിച്ചൊന്ന് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? So Samskriti is actually right around the corner. It's great that you asked us that. It's going to happen on May 2nd, 3rd and 4th. Okay, this year, right? Yeah, this year. Okay. So Samskriti is intercollegiate fest that we hold every year, and we have a lot of people, more than thousands of people coming every year, and we have who did we have last time? Benidel and Police. Okay. We have a lot of famous artists coming here. It's really great. We enjoy a lot. We have a lot of fun. Okay. Thank you so much. അപ്പോൾ ഫാർമസിയുടെ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു ലോങ് സ്പേസ് കാണും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കാണുന്ന വലിയൊരു ബിൽഡിംഗ് ആണ് ഇവരുടെ ബോയ്സ് ഹോസ്റ്റൽ വരുന്നത്. ഇതേപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റൽ നമ്മുടെ ഇവരുടെ കഫേയുടെ മേളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ബോയ്സ് ഹോസ്റ്റലിലെ ഹോസ്റ്റൽ ഫെസിലിറ്റിയോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ്, ഇവർക്കിവിടെ ലോണ്ട്രി ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അതായത് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ്ലി കഴുകി അത് തേച്ച് കൊടുക്കുന്ന ഒരു അമ്യൂണിറ്റിയും കൂടെ ഹോസ്റ്റൽ ഫെസിലിറ്റിക്ക് അകത്ത് ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ 40 റൂംസ് ആണ് വരുന്നത്. ഈ ലെങ്ത് ഇത്രയും നീളത്തിലാണ് ഇതിൻ്റെ വരാന്ത അവർ വെച്ചിരിക്കുന്നത്. സോ 40 റൂംസ് വെച്ചിട്ട് 80 റൂംസ് ഒരു ഫ്ലോറിൽ വരും. അങ്ങനെ 6 ഫ്ലോർ ഉണ്ട്, 6 ഫ്ലോർ. അപ്പം 6 ഫ്ലോറിലായിട്ട് ടോട്ടൽ 480 റൂംസ്, അതായത് 1000 സ്റ്റുഡൻസിന് പ്ലസ് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സ്പേസ് ഇവിടെ ഉണ്ട്. Yeah, we have got some students from PharmD course. Yeah, hi. Hello. Yeah.
these guys are from different state, right? Yes. Yeah. Okay, how did you guys know about this particular college? I came to know about this college from Google, like Okay, from normal search, browsing. family friend recommended it. Family friend recommended. Okay. To my house, like some people were recommending. Oh, okay. One of my friend recommended. Uh-huh. Same other friend recommended. Okay. My cousin recommended. Okay. So most of your friends or family members recommended, right? Okay. Second, one common question. Which is your favorite place in Bangalore? Wonderla. Wonderla. Yeah. Okay. Any other? Church Street. Church Street and Wonderla. Okay, perfect. Thank you. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നേഴ്സിംഗുകാരുടെ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ നേഴ്സിങ്ങിൻ്റെ കംപ്ലീറ്റ് കോഴ്സസും ക്ലാസ്സുകളും എല്ലാം നടക്കുന്നത് ഈ കാണുന്നതാണ്. അതിന് നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മെസ്സ്, അതായത് ഇവരുടെ ഒരു കഫേ ഉണ്ട്, മസ്ക കഫേ എന്ന് പറഞ്ഞൊരു കഫേ കാണാനായിട്ട് സാധിക്കും. അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കുറച്ചേറെ സ്റ്റുഡൻസിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതാണ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നേഴ്സിംഗ് അല്ലേ? ഓക്കെ. നേഴ്സിംഗ് ഒരു ഒറ്റ വർഷം ബാച്ചുകാരാണോ ഇത്? അല്ല, ഒരു ഗ്രൂപ്പ് ഡിഫറെന്റ് ബാച്ചസ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടോ? ഉണ്ട്. സെക്കൻഡ് ഇയേഴ്സ് ഉണ്ട്. തേർഡ് ഇയേഴ്സ് ഇല്ല. ഓക്കെ. ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് ആയിരിക്കും അല്ലേ കൂടുതലും ഉള്ളത്. ഓക്കെ. നിങ്ങൾ എവിടെ, എല്ലാവരും മലയാളീസ് അല്ലേ? അതെ. എവിടെയാണ്, നാട്ടിൽ എവിടെയാണ് എല്ലാവരും? ആ ആ ഓക്കെ ഓക്കെ. കൊല്ലം. ഓക്കെ. അപ്പം സോ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിന്റെ നെയിംസ് വരുന്നുണ്ട്. അപ്പം പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് നിങ്ങളോട് ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള ഫസ്റ്റ് ചോദ്യം, നിങ്ങൾക്ക് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്ക് എവിടെയായിരിക്കും? ഇവിടെ തന്നെയല്ലേ? ഈസ്റ്റ് പോയിന്റിന്റെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അല്ലേ? ഓക്കെ. നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ഒരു റെസ്പോൺസ്, ഒരു എക്സ്പീരിയൻസ് എന്താണ് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തവരെ സംബന്ധിച്ച്? ആ ഓക്കെ. എല്ലാവരും ഹോസ്റ്റലിൽ തന്നെയല്ലേ താമസിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നും നടന്നു പോകാനുള്ള വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഇതിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈമിങ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റി എല്ലാം എപ്പോഴും അവൈലബിൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോളേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞതല്ലേ? ഇവിടെ വരാനായിട്ടൊരു കാരണം ഉണ്ടല്ലോ, റീസൺ. അതെന്തായിരുന്നു? സംസ്കൃതി എന്ന് പറയുന്നത്, സംസ്കൃതി എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു ഫെസ്റ്റ് ആണോ? 3 days പ്രോഗ്രാം, കൾച്ചറൽ എല്ലാം കൂടെ ഉള്ളൊരു ഫെസ്റ്റ് ആണല്ലേ? അപ്പം അത് കണ്ടിട്ടാണ് ഇംപ്രസ് ആയിട്ട് വന്നത് അല്ലേ? ഓക്കെ. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ കാണും. നല്ലതല്ലായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ. മൂന്നാമത്തായിട്ടുള്ള ചോദ്യം എല്ലാവരോടും കൂടെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ്, 120 ഏക്കർ ക്യാമ്പസ് ആണെന്നാണ് എനിക്കിത് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു ക്യാമ്പസിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കാണും ഇല്ലേ? ഏറ്റവും അവിടെ പോയി ഇരിക്കാനായിട്ട് ആഗ്രഹം, അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരു ഫേവറേറ്റ് പ്ലേസ്, ചിലർക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ആഗ്രഹമുള്ള പ്ലേസ് കാണും. അതെന്താണ്? എന്താണ് പറഞ്ഞു? ഗ്രൗണ്ട്. ഓക്കെ. എവിടെയാ? ഓക്കെ. കഫേയുടെ ഫ്രണ്ടിൽ. പിന്നെ ടർഫ്. ഓക്കെ. വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? എഞ്ചിനീയറിംഗ് ബ്ലോക്കിന്റെ, അതെ അതെ, എഞ്ചിനീയറിംഗ് ബ്ലോക്കിന്റെ സൈഡിലായിട്ടാണോ? ഓക്കെ. അതും നല്ലതാണ്, അടിപൊളിയാണ്. ഓക്കെ. അപ്പോൾ ശരി, എല്ലാവരെയും പരിചയപ്പെട്ടി സന്തോഷം. കാണാം. താങ്ക് യു. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ വാക്ക് വേ, കഫേയുടെ സൈഡിലുള്ള വാക്ക് വേ നടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം വലിയൊരു ഗ്രൗണ്ട് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ഒരു ഫുട്ബോളിൻ്റെ ടർഫുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് MBBSൻ്റെ ഗേൾസിനുള്ള ഹോസ്റ്റലാണ് വരുന്നത്. അപ്പം പിന്നെ ഇനി നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് ഇവരുടെ മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്സും ബ്ലോക്കുകളും ഹോസ്പിറ്റലും ഒക്കെ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം എന്താണെങ്കിലും ഈ ഒരു ടർഫ് ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു അമ്യൂണിറ്റിയാണ്. കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ വൈകുന്നേരം വന്ന് കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എനിവേ, എന്താണെന്നുണ്ടെങ്കിലും ഇതൊരു എടുത്തു പറയേണ്ട ഒരു സാധനം. ഏകദേശം 5 ഏക്കറോളം വലിപ്പമുള്ള ഒരു ഗ്രൗണ്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതിനോടൊപ്പമാണ് ആദ്യം നമ്മൾ കണ്ട ഫുട്ബോളിൻ്റെ ടർഫ്, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ്
സ്പേസ് ഉള്ള ഒരു കോർട്ടായിട്ട് നിർമ്മിച്ചിരിക്കുന്നു, ബാസ്കറ്റ്ബോളിൻ്റെ കോർട്ട്. അതിനോടപ്പുറത്തായിട്ട് ഒരു വോളിബോളിൻ്റെ കോർട്ടും. അപ്പോൾ നല്ല രീതിയിൽ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ് ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ്. We have got an opportunity to be with Deputy Director for Admissions for East Point Group of Institutions. Hi, sir. Hello, Istafa. Sir, could you explain about the college? Okay. First of all, I welcome you all to East Point Group of Institutions through Istafa. And best wishes for your Edu journey with Journex program. Okay. East Point is one of the largest education group in Bangalore East. Okay. It's one of the largest in Bangalore East. We have more than 10,000 students in this campus. Okay. We have 12 institutions. Okay. We have medical college, we have engineering college, we have allied sciences, physiotherapy, nursing, pharmacy. From pre-LKG to PhD, we have all the courses. Okay. Okay. This is the most diversified campus. Means people across India, from Kerala, Tamil Nadu, Andhra Pradesh, Karnataka, Bihar, Jharkhand, okay, Uttar Pradesh, Gujarat, Rajasthan, from Kashmir, okay. We have students across India and across world. Okay, we have foreign students also. Why actually students should study in a multidisciplinary environment? Okay. See, a student wishes to pursue pharmacy course. Okay. Here we have pharmacy college, we have physiotherapy college, we have allied sciences, okay, and we have medical college. In medical college, we have MBBS and MD also, in around 20 specialization. Okay. Now, the student will have the opportunity to interact with the student. Actually course students also. For example, there is a course perfusion technology. What is perfusion technology? It's something related to lungs. Cardiac care technology, it's something related to heart. Medical imaging technology, it's something related to X-ray and other sciences. How did I know? Did I study? I didn't study. I just asked the student, what is your branch? What are you studying? What are you? Just with interactions, I was able to get into that, the idea about that course. This is one thing. It's not a one building college, okay? You have a world here. Then why you should study? I said it's a most diversified campus. People across actually India are studying in this campus. See, the culture, values, manners, preferences, tastes, everything is different for different people. Okay, I may not look at Malayalam jokes, but Malayalam people may not laugh at actually the Karnataka jokes, because we are not exposed to others' tastes and preferences. But once we express, my ability to reach out to all is more. We live in a globalized world. In a globalized world, the person has to be a globalized person. What is the globalized person means? The person's ability to reach out to the world. When I am exposed to various culture, manners, behaviors, everything, I am able to reach out to the people very easily. Okay, so this is another benefit of East Point. And the East Point also has the tie-up actually with various multinational companies, okay, which they provide the value-added courses, certification courses, which will enhance the employability of a student, okay, which makes the students industry ready, okay. East Point also has a tie-up with more than, not a tie-up, there are more than 300 recruitment partners, okay, who visit the college regularly. There are different modes, on campus, off campus, okay. Students are being recruited actually every year. So 100% placement assistance is provided to all the students of all the institutions, okay. We also regularly conduct the training programs to enhance the employability, okay. What other information you wish to have? Actually, when I visited the CSE block, I have seen many labs associated with particular like AWS. See, engineering college is associated with around 12 to 13 multinational companies. Okay. For example, you said AWS. AWS is a pioneers in cloud computing. Okay.
So the company people, AWS people are company certified teachers. Okay, either the people from AWS will come and conduct their updated knowledges, share their that knowledges to our students, or the company certified teachers, okay, will provide the. What happens is, for example, we have Salesforce. They are pioneers in CRM software. So like each and every company is a pioneer in the respective updated knowledges. Updated means whichever is relevant. Which is a trendy that will be taught to our students. The benefit of this value-added course is whenever there is a requirement from the company, they actually first prefer our college. Reason is they are industry ready. Okay. 1 year back we conducted AWS conducted a campus recruitment drive in our campus. More than 500 students actually participated. All our students who were all trained directly went for interview. Okay. Directly went for interviews. Other college students had to take the written test and in technical interview. Okay. In that written test, only 10% were eligible to go to the technical level interview, and that's, you understood the importance and the benefit of this. Our students directly went. Almost 70 to 80% were actually recruited. Okay, they were having this training. Because of that only they were able to select it. This is the benefit of these certification courses or value-added programs. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ലൈബ്രറിക്കകത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഒരു വലിയ ലൈബ്രറിയാണ് വിത്ത് റീഡിംഗ് റൂം ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഓരോ സ്റ്റാക്സായിട്ട് പുസ്തകങ്ങളെല്ലാം എഡ്ജ് ടു എഡ്ജ് ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നിരവധി സ്റ്റുഡൻസ് വന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ രാത്രി 10 മണി വരെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പം ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിയും നഴ്സിങ്ങിനും ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് ഉപയോഗിക്കാനായിട്ട് പെർമിഷനും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബിഹൈൻഡിൽ കാണുന്നതാണ് ഇവരുടെ ഹോസ്പിറ്റൽ, ഈസ്റ്റ് പോയിന്റ് ഹോസ്പിറ്റൽ. നിരവധി മെഡിക്കൽ കോഴ്സുകളുടെയും പോസ്റ്റിങ്സും അതിൻ്റെ ട്രെയിനിങ്ങുകളും എല്ലാം നടക്കുന്നത് ഇതേ ഹോസ്പിറ്റലിലാണ്. ഏകദേശം 700 ബെഡുണ്ട്. അതേപോലെ നിരവധി രോഗികളുമുള്ള ഒരു ഹോസ്പിറ്റലാണ്. നമ്മൾ പർട്ടിക്കുലർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനിടയായി. ഒരുപാട് റിവ്യൂസ് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് റിവ്യൂസ്, അവരുടെ അഭിപ്രായങ്ങളും അവരുടെ മൊമെൻറ്റ്സും ആഗ്രഹങ്ങളും എല്ലാം പറയുകയുണ്ടായി. അതൊക്കെ കേൾക്കാനിടയായി. അങ്ങനെ നിങ്ങൾക്കൊരു മൊത്തത്തിൽ ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടാനായിട്ടിടയായി. അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അപ്പോൾ ഇനി അഡ്മിഷൻസിന് ആഗ്രഹിക്കുന്നവർ നിങ്ങളിത് വരിക, വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പൂർണ്ണ സമൂഹത്തോടുകൂടെ നിങ്ങൾ എടുക്കുക. അപ്പം ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു ടീം നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ ആ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അതെ, നമ്മുടെ ജേർണക്സ് ടീമാണ്. കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിവേ നമ്മുടെ പുതിയ കോളേജുകളുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറക്കണ്ട, ഈസ്റ്റ് പോയിന്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനിടയായി. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്വയറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അത് എഴുതുക. നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മറുപടി പറയുന്നതായിരിക്കും. അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കാണാം. അടുത്ത കോളേജിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ പറയുക. ഓക്കെ, ബൈ, സീ യു.